4 പേർ തളർവാത രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അവനെ സുഖപ്പെടുത്തി. സുവിശേഷത്തിൽ മറ്റൊരു തളർവാത രോഗിയെ നാം കാണുന്നുണ്ട്, ബെത്സേദ കുളക്കരയിൽ. കുളമിളകുമ്പോൾ അതിലിറങ്ങിയാൽ അവൻ സുഖം പ്രാപിച്ചേനെ. പക്ഷേ അവനെ അവിടേക്ക് എത്തിക്കാൻ ആരുമില്ലായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ തളർവാത രോഗി ഭാഗ്യവാനാണ്. കാരണം അവന് 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈശോ വീട്ടിലുണ്ടെന്നറിഞ്ഞ അവർ തളർവാത രോഗിയായ തങ്ങളുടെ സുഹൃത്തിനെ കിടക്കയോടെ എടുത്ത് വാതിൽക്കൽ തിരക്കായതിനാൽ മേൽക്കൂര പൊളിച്ച് അവനെ ഈശോയ്ക്ക് മുമ്പിലെത്തിച്ചു. നടക്കുമ്പോൾ കൂടെ നടക്കുന്ന കൂട്ടുകാരെ മാത്രമല്ല നമുക്ക് വേണ്ടത്, നടക്കാനാകാതെ വരുമ്പോൾ ചുമലിലെടുക്കുന്നവർ കൂടി വേണം. അങ്ങനെ ചിലർ നമുക്കുമുണ്ട് ജീവിതത്തിൽ. നമുക്കെന്തെങ്കിലും തളർച്ചകളും വീഴ്ചകളും വരുമ്പോൾ എല്ലാ വിധത്തിലും പിന്തുണയ്ക്കുന്നവർ, എനിക്കാകാത്ത ചില കടമകൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നവർ, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വന്തം നിയോഗമാക്കി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പുരയുടെ മേൽക്കൂര തകർക്കുന്നവർ. ഇങ്ങനെ എന്നെ താങ്ങുന്ന ചിലരുള്ളത് കൊണ്ടാണ്, ഞാൻ പോലും ഓർക്കാത്ത ചിലരൊക്കെ അവരുടെ പ്രാർത്ഥനകളിലും ചിന്തകളിലും എന്നെ എടുത്തുകൊണ്ട് ഇടയ്ക്കിടെ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ പല തളർച്ചകളിൽ നിന്നും വീണ്ടും എണീറ്റ് നടക്കുന്നത്. ഇങ്ങനെ തളർച്ചകളിൽ താങ്ങാൻ 4 ആളെ കരുതണം. അവരെ നന്ദിയോടെ ഓർക്കണം.